ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PG കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അത് സെക്കൻഡ് ഇയർ പൊളിറ്റിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു പേപ്പറാണ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് MPSC 007. ഈ ഒരു പേപ്പറിൽ യൂണിറ്റ് 10 വിമൻസ് മൂവ്മെൻറ്റാണ്. അപ്പോൾ നമുക്കിന്ന് വിമൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിലെ പ്രധാനപ്പെട്ട പാർട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോഷ്യൽ ഗ്രൂപ്പ്സിൽ വുമൺ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അത് പലതരത്തിൽ അവരുടേതായ ലീഡർഷിപ്പ്, അജണ്ട, ഐഡിയോളജീസ്, ഓർഗനൈസേഷൻ സെറ്റപ്പ്, അതേപോലെ തന്നെ പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ, ഡിഗ്നിഫൈഡ് പ്ലേസ് ഇൻ ആൾ റെസ്പെക്റ്റ് ഓഫ് ലൈഫ്, ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ പോലെ തന്നെ വിമൻസ് ആൾസോ ഇൻവോൾവ്ഡ് in collective movements. So here women നാം ഒന്ന് എടുത്ത് നോക്കിയാലോ, പാട്രി ലീനിയാലിറ്റിയിലേക്കൊന്ന് നോക്കിയാലോ, അവരുടെ സ്ഥാനം എവിടെയാണ്? ഡീസെൻ്റ് ഈസ് ത്രൂ ഫാദേഴ്സ് ലീനിയേജ്. അതായത് സ്ത്രീക്കുള്ള ആ ഒരു സ്ഥാനം, അത് സൊസൈറ്റിയിലേക്ക് നോക്കിയാൽ, കുടുംബത്തിലേക്ക് നോക്കിയാൽ എന്താ കാണുന്നത്? ഡിസ്ക്രിമിനേഷൻസ്, ആൾ പ്രാക്ടീസസ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ്. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ലെജിറ്റിമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഇൻവോക്ക് ചെയ്യുന്നു സോഷ്യൽ കൾച്ചറൽ നീഡ്സ് എന്ന രീതിയിൽ, നീഡ് ടു മെയിൻറ്റെയിൻ എ ലീനിയേജ് ഓർ മെറ്റീരിയൽ പ്രൊഡക്ഷൻ എന്ന രീതിയിൽ. അപ്പോൾ ഇവരുടെ ആ ഒരു പാട്രി ലീനിയാലിറ്റി, പിതൃദായകമായിട്ട് സൊസൈറ്റിയിലെ അവർക്കുള്ള സ്ഥാനം, അവർക്കുള്ള ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൊതുവേ അവർ ഫാദേഴ്സ് ലീനിയേജിലൂടെ, അല്ലെ പാട്രി ലോക്കാലിറ്റി, അവിടെ വൈഫ്, ചിൽഡ്രൻ എല്ലാം തന്നെ, ഇവരെ എല്ലാവരെയും തന്നെ ജീവിച്ചു പോരുന്നത് ഫാദേഴ്സിൻ്റെ ഹോമിലാണ്. അല്ലെങ്കിൽ തന്നെ വില്ലേജ് ആഡ് ചെയ്തിരുന്ന പ്രിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദ ഫാദേഴ്സ് ഹോം ഓർ വില്ലേജ്, ഫാദേഴ്സ് ഹോം അല്ലെങ്കിൽ ഫാദേഴ്സ് വില്ലേജ് എന്ന തരത്തിൽ. ആൻഡ് ദേ ഹാവ് ആഡഡ് ടു ദ പ്രിഫറൻസ് ഫോർ ദ ബോയ് ചൈൽഡ്. അവർക്ക് എപ്പോഴും പ്രിഫറൻസ് ഉണ്ടാവുന്നതും ഏത് കുട്ടിയോടാണ്? ബോയ് ചൈൽഡിനോടാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ആൾ ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ദ കോൺസിക്വൻസ് ഓഫ് വുമൺ ബീങ് റെലഗേറ്റഡ്. സൊസൈറ്റിയിൽ, കുടുംബത്തിൽ സ്ത്രീക്കുള്ള ഒരു സ്ഥാനം, അതിൻ്റെ ഒരു ലീനിയേജൊക്കെ നാം നോക്കുമ്പോഴേക്കും അത് പാരൻ്റൽ ഓറിയൻറ്റഡ് ആയിട്ട് കാണുന്നു. അത് മീൻസ് ഫാദർ ഓറിയൻറ്റഡ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഫാദേഴ്സ് ലീനിയേജാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ എല്ലാം യഥാർത്ഥത്തിൽ വുമൺ ബീങ് റെലഗേറ്റഡ് ടുവാർഡ് സൈമൺ ഡി ബോൺ വോയർ, സോ പോയിഗ്നൻ്റ്ലി ടേംഡ് ആസ് ദ സെക്കൻഡ് സെക്സ്. സെക്കൻഡ് സെക്സ് എന്ന രീതിയിൽ ഇവരെ വിശേഷിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും നിലവിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചസിന് വേണ്ടിയാണ് ആ സെക്കൻഡ് സെക്സ് ഇൻ മെറ്റീരിയൽ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? ദ വുമൺ ഈസ് ക്വൈറ്റ് ഓഫൺ ഡിനൈഡ് ഇൻ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് ഈവൻ കൾച്ചറൽ റൈറ്റ്സ്. സോ ഷീ ക്വൈറ്റ് ഓഫൺ ഡസ് നോട്ട് ഹാവ് റൈറ്റ് ടു ഇൻഹെറിറ്റ് എ പ്രോപ്പർട്ടി എലോങ് വിത്ത് ഹർ മെയിൽ സിബ്ലിങ്സ്. ഷീ ഡസ് നോട്ട് ഹാവ് ഐദർ ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഈക്വൽ ടു മെയിൽ കൗണ്ടർ പാർട്ട്. ഷീ ഈസ് ആൾസോ പെരീനിയലി, അതായത് പെരീനിയലി in the danger of being the target of male violence within the family or outside. Target of male violence, that is within the family or in outside. Historically, religion, polity, society have been so organized as to make her position vulnerable to any discriminatory trends in the society. There have been protests and revolt by people, including women, to question such discriminating arrangements within the society. So here, they remained at the level of individual protest, while the structure and power of the patriarchy being so strong so as to crush them or appropriate them easily into the existing arrangements. അപ്പോൾ ഇവിടെ നിലവിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതൊന്നും തന്നെ സ്ത്രീക്ക് അനുകൂലമല്ല. അത് സൊസൈറ്റിയിലാണെങ്കിലും അതെ, അതേപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും അതെ.
അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം കിട്ടണം. സ്ത്രീക്കും അവരുടേതായ ഒരു സ്പേസ് നേടിയെടുക്കണം, അവരുടെ ഐഡിയാസ്, അവരുടെ പ്രിൻസിപ്പിൾസ്. അതുകൊണ്ട് തന്നെ ഒരു ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സിലൊരു ചേഞ്ചസ് ആവശ്യമാണ് എന്ന തരത്തിലാണ് വിമൻസ് പ്രൊട്ടസ്റ്റ് എല്ലാം തന്നെ പാരലൽ മൂവ്മെൻറ്റ് എന്ന രീതിയിൽ സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിമൻസ് മൂവ്മെൻറ്റ് എന്ന രീതിയിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. അത് കൊളോണിയൽ കൺട്രീസിലെ നാഷണൽ മൂവ്മെൻറ്റ്സ്, സോഷ്യലിസ്റ്റിക് ആൻഡ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്, ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇവിടെ ലോകത്തിലെ നമ്മളുടെ ഡെമോക്രാറ്റിക് കൺട്രീസ് എന്ന രീതിയിൽ പലയിടങ്ങളിലുമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഈ പവർഫുൾ സ്ട്രീംസിലേക്ക്, സൊസൈറ്റിയിലേക്ക്, കുടുംബത്തിലേക്കൊക്കെ നോക്കുമ്പോഴേക്കും അവിടെയൊക്കെ പുരുഷൻ്റെ മേധാവിത്വം, അതിനെതിരെ സ്ത്രീകൾക്കും ഒരു സ്പേസ്, അത് എവിടെയാണെങ്കിലും കുടുംബത്തിലായാലും ഔട്ടർ വേൾഡിലായാലും പൊളിറ്റിക്സിലായാലും അവിടെയൊക്കെ ഒരു സ്പേസ് അവർക്കും ഉണ്ടാക്കിയെടുക്കണം എന്നതിന് വേണ്ടിയാണ് വിമൻസ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. സോ ദ റിലേഷൻ ബിറ്റ്വീൻ വുമൺ ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഈസ് ക്വൈറ്റ് ഇൻട്രിക്കേറ്റ്. എന്താണ് ഇൻട്രിക്കേറ്റ് എന്ന് പറയുന്നത്? സോഷ്യൽ മൂവ്മെൻറ്റ്സും അതേപോലെ തന്നെ വിമൻ മൂവ്മെൻറ്റ് തമ്മിലുള്ള ബന്ധം നോക്കിയാൽ അത് പൊതുവെ ഇൻട്രിക്കേറ്റ് എന്ന് പറയുന്നു. First, one is not very clear as to where and how do women figure in the broad counter of different social movements. എവിടെയാണ് വ്യക്തതയില്ല. എവിടെയല്ല എങ്ങനെയാണ് വുമൺ ഫിഗർ വളരെ സാമൂഹിക പ്രക്ഷോഭങ്ങളിലെ വളരെ വിശാലമായ തരത്തിൽ അവർക്കൊരിടം എവിടെയാണെന്നുള്ളതിനെ പറ്റി അവർക്ക് ഇന്നും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. സെക്കൻഡ് റിലേറ്റഡ് ടു ദ നേച്ചർ ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ് ഈസ് whether it allows the space for the articulation of issues and concerns regarding women. ഇവിടെ പല സാമൂഹികമായ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രക്ഷോഭങ്ങളിലെല്ലാം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഏത് ഇടമാണ് അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സിലേക്ക് നോക്കിയാലോ, ഇറ്റ് വാസ് വൺ സച്ച് മൂവ്മെൻറ്റ് ഹൂസ് ഡെമോക്രാറ്റിക് ആൻഡ് secular character has given the space for many democratic movements to spring up and voice their concern. Women movements in India is one such example where the counters of the movement coalesce with the mass face of the Indian national movement. The notion of equality, the idea of justice and the democracy central to the core of the movement of national liberation were also the premises of a women movement. ഓക്കെ, അതായത് നോഷൻ ഓഫ് ഇക്വാലിറ്റി, ഐഡിയ ഓഫ് ഇക്വാലിറ്റി, ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഐഡിയ ഓഫ് ഡെമോക്രസി, ഇതെല്ലാമാണ് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ സെൻട്രൽ കോർ എന്ന് പറയുക. അപ്പോൾ അതേ ആശയങ്ങൾ തന്നെയായിരുന്നു പ്രെമിസസ് എന്ന രീതിയിൽ വുമൺ മൂവ്മെൻറ്റിൽ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ദി കൊളോണിയൽ കോണ്ടെക്സ്റ്റിലെ വിഷൻ എന്തായിരുന്നു? ഓഫ് എ ന്യൂ സൊസൈറ്റി ആൻഡ് റിഫോം മൂവ്മെൻറ്റ്. ന്യൂ സൊസൈറ്റി, അതായത് വുമൺ മോഡേൺ പൊളിറ്റിക്കൽ വേൾഡിൽ ഈക്വാലിറ്റി, അതുപോലെ സോഷ്യൽ ഈക്വാലിറ്റി, കൾച്ചറൽ റിലും, ഏതെല്ലാം ലോകതലത്തിലാണെങ്കിലും ഏതെല്ലാം ഇടങ്ങളിലാണെങ്കിലും വുമൻ്റെ റോള് ഡെവലപ്മെൻ്റൽ പ്രോസസ്സിൽ അവിടെയെല്ലാം അവർക്ക് ഇടങ്ങൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പരിഷ്കരണം, ഒരു ചേഞ്ച്, സൊസൈറ്റിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലാണ് വിമൻ രംഗത്തേക്ക് ഇറങ്ങുന്നു, അവരവരുടെ പ്രക്ഷോഭങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. So in India, like many other colonial countries, it was colonialism in the 18th and the 19th centuries that brought a new economic and political process into operation. അപ്പോൾ ഇന്ത്യയിലെ 18th and 19th centuries എല്ലാം രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികമായിട്ടെല്ലാം പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു, ക്രിസ്ത്യൻ മിഷണറീസ് വന്നു, അവർ പലതരത്തിലുള്ള ഇന്ത്യൻ സൊസൈറ്റിയെ പ്രവർത്തനങ്ങളെയെല്ലാം അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ബിഗ് ചലഞ്ചാണ് ലോക്കൽ ഇൻ്റലക്ച്വൽസിനും സോഷ്യൽ ലീഡേഴ്സിനും ബിഗ് ചലഞ്ചസ് എന്ന രീതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ പല ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ്. ബ്രിട്ടീഷുകാരിവിടെ വന്നത് നമ്മുടെ ഇൻഡിജിനസ് സൊസൈറ്റിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ്സ് എ ട്രീറ്റ്മെൻറ്റ് ഓഫ് വുമൺ and the lower caste. It presented new organizing principle, equality or Christianity in some cases. It also brought a blueprint for a new organizing principle for the society. While colonialism as a system exploited the colonies and stunned its natural and potential growth. കൊളോണിയലിസം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പൊട്ടൻഷ്യൽ ഗ്രോത്തിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നത്.
അപ്പോൾ ക്രിസ്ത്യാനിറ്റി ചില സന്ദർഭങ്ങളിൽ ചില കേസസിലേക്ക് നോക്കിയാൽ അവർ അവരുടേതായ പ്രിൻസിപ്പിൾസ് ഓർഗനൈസ് ചെയ്ത് ഇവിടെ നടപ്പിലാക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ന്യൂ ഐഡിയാസ് ഓഫ് ഡെമോക്രസി, ഐഡിയാസ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് എന്നുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത്, നാച്ചുറൽ ഗ്രോത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ചേഞ്ചസിൻ്റേതായ ഒരു ഇടമായിരുന്നു നമ്മളുടെ 19th സെഞ്ച്വറീസിലേക്ക് നാം പോകുമ്പോഴേക്കും നമുക്ക് വീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ ദ 19th സെഞ്ച്വറി ഹിന്ദു, അതുപോലെ തന്നെ പാർസി, മുസ്ലിം ഇവരൊക്കെ അവരുടേതൊക്കെ എക്സിസ്റ്റൻസ് വന്നപ്പോഴേക്കും കുറേ അധികം റിഫോമേഴ്സും ആ കാലഘട്ടത്തിൽ ഇവിടെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ റിഫോമേഴ്സ് രംഗപ്രവേശം ചെയ്തപ്പോഴേക്കും ഈ റിഫോമേഴ്സ് എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത് എന്തായിരുന്നു? പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. റിഫോമേഴ്സിൻ്റെ കാലഘട്ടം നമുക്ക് നോക്കിയാൽ 18th സെഞ്ച്വറീസിൻ്റെ അവസാനവും 19th സെഞ്ച്വറീസിലുമായിട്ട് ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റാം മോഹൻ റായ്, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന മിഷണറീസിൻ്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള രീതിയാണ് അല്ലേ. വൈൽ ഹി അറ്റാക്ക്ഡ് ദ മിഷണറീസ് ഫോർ പ്രസൻറ്റിംഗ് ഡിസ്റ്റോർട്ടഡ് പിക്ചർ, വാസ് ആൾസോ പ്രിപ്പയറിംഗ് അജിറ്റേഷൻ എഗെയിൻസ്റ്റ് സതി ആൻഡ് ദ കസ്റ്റം ഓഫ് ദ കാസ്റ്റ് ഇൻഈക്വാളിറ്റീസ്. പിന്നീടോ അപ്പോൾ കാസ്റ്റ് ഇൻഈക്വാളിറ്റീസ്, അതേപോലെ തന്നെ സതി എന്നുള്ള ആ ഒരു ദുരാചാരം, ഇതിനെയൊക്കെ വളരെ നിശ്ചിതമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ചു പോകുന്ന ഒരു സോഷ്യൽ റിഫോമറായിരുന്നു രാജാറാം മോഹൻ റായ്. ഓക്കെ, ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് ദ സെഞ്ച്വറി റിഫോമേഴ്സ് ടുക്ക് ദ ക്വസ്റ്റ്യനിങ് ഓഫ് വുമൻസ് കണ്ടീഷൻ. അവർ തന്നെ സ്ത്രീകളുടെ അവസ്ഥയെപ്പറ്റി ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം സ്ത്രീകളുടെ ദയനീയമായ അവസ്ഥ, ഭർത്താവ് മരിച്ചാൽ അതിൽ ചിതയിൽ ചാടി ഭാര്യ മരിക്കണം എന്നുള്ള ആ ഒരു രീതിശാസ്ത്രം പണ്ട് കൊണ്ടുവന്നു. അപ്പോൾ സ്ത്രീകളുടെ അന്നത്തെ ദുരവസ്ഥ, വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, ബാലവിവാഹം നടത്തിക്കൊണ്ട് പോകുന്ന അവസ്ഥ. അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ വളരെ ദോഷകരമായ ഒരു അവസ്ഥയായിരുന്നു. ദ വിമൻസ് കണ്ടീഷൻ വെയർ prominently and all major reforms effort aimed at ameliorating their condition. വളരെ മോശമാക്കാനുള്ള രീതിയിലുള്ള ഇടപാടുകൾ മാത്രമേ അന്ന് നടന്നിട്ടുള്ളൂ. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, another person, he made great efforts in getting widow remarriage society established. Similarly, women's education too was thought to be one of the most important steps in this direction. Then also വീരേഷ് ലിംഗം പോണ്ടുലു, ജ്യോതിബ ഫൂലെ, ദെൻ ബദ്രുദ്ദീൻ തൈബാജ്, ദാദാബായ് നവറോജ് ആർ ആൾ കോൺട്രിബ്യൂട്ടഡ് ഗ്രേറ്റ്ലി ഇൻ ദിസ് ഡയറക്ഷൻ. പിന്നീട് 19th സെഞ്ച്വറീസിൻ്റെ ലേറ്റർ പാർട്ടിലേക്ക് നോക്കിയാൽ ദർ വാസ് ഇൻ സം സെൻസ് റീഅസർഷൻ ഓഫ് ദ റേഷ്യൽ ആൻഡ് ഇമ്പീരിയലിസ്റ്റ് ഐഡിയാസ്. റേഷ്യൽ ഇമ്പീരിയലിസ്റ്റ് ഐഡിയാസിനെല്ലാം തന്നെ ഒരു ചേഞ്ചസ് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് 19th സെഞ്ച്വറീസിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത്. ദർ വേർ എ മൂവ്മെൻറ്റ് എമംഗ് ദ ഇന്ത്യൻസ് വിച്ച് ട്രൈഡ് ആൻഡ് അക്സെപ്റ്റഡ് ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിക്കൽ സുപ്പീരിയോറിറ്റി. ഇന്ത്യൻസിൻ്റേതായ ഇടപെടലും അവരുടേതായ സാമൂഹികമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രയത്നവും അവയെല്ലാം തന്നെ രാജ്യത്തിന് സ്വന്തമായ ഒരു ഹിസ്റ്റോറിക്കൽ സുപ്പീരിയോറിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിയിരുന്നത്. ഇൻ ദിസ് ലൈൻ ദാറ്റ് ദേ ലുക്ക്ഡ് ഇൻ ടു ദ പാസ്റ്റ് ടു സജസ്റ്റ് ദാറ്റ് വുമൺ വാസ് ഇൻ സം സെൻസ് ബെറ്റർ പ്ലേസ്ഡ് ഇൻ ദോസ് ഡേയ്സ് ദാൻ ദേ വെയർ നൗ. In this sense, the problem of integrating women's question into the social movement become more intricate. അതായത് 19th സെഞ്ച്വറീസിൻ്റെ അവസാനം എത്തിയപ്പോഴുള്ള സോഷ്യൽ റിഫോമേഴ്സ് കൊണ്ടുവരുന്ന അവരുടെ ചിന്താഗതികൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന അവസ്ഥ അതൊരു ബെറ്റർ പ്ലേസ്ഡ് എന്ന രീതിയിൽ ആയിരുന്നു. ദോസ് വെയർ നൗ, അവർ ഇന്നത്തേക്കാളും കുറച്ചുകൂടി ബെറ്റർ, കുറച്ചും നാൾ മുമ്പ് കുറച്ചുകൂടി ബെറ്ററായ ഒരവസ്ഥ സ്ത്രീകൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വാദിച്ചു പോരുന്നവരാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ബൗദ്ധിക തലങ്ങളിലെ പ്രവർത്തിച്ചു പോന്നിരുന്നവരും സാമൂഹിക പരിഷ്കരണം കൊണ്ടുവരണമെന്ന സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ മുൻനിരയിൽ പ്രവർത്തിച്ചു പോന്നിരുന്നവർ അവരെല്ലാവരും ഫോട്ട് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ദ ഇൻറ്റൻസീവ്ലി ഫോട്ട് ഇഷ്യൂസ് വാസ് ദ ബിറ്റ്വീൻ ദ സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ദോസ് who separated the social issues from the political fight. Then social or political priority, ഏതാ ഇഷ്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ച്? ദ ഇഷ്യൂ ഓഫ് പ്രയോറിറ്റി സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ, ദറ്റ് ഈസ്
വിമൻസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോഴേക്കും അഡ്രസ്സ് ചെയ്യേണ്ടത് എവിടെയാണ്? സോഷ്യൽ ഇഷ്യൂ ആണോ, പൊളിറ്റിക്കൽ ഇഷ്യൂ ആണോ? ഷുഡ് ദേ ബി ട്രീറ്റഡ് പ്യുവർലി ആസ് ക്വസ്റ്റ്യൻ അബൌട്ട് സോഷ്യൽ ഇൻഇക്വാളിറ്റി or attitude or as a part of parcel larger political questions of equality, freedom and justice. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, ഈക്വാലിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്, ഇത് സ്ത്രീകൾക്ക് സമൂഹത്തിലാണോ രാഷ്ട്രീയ തലങ്ങളിലാണോ വേണ്ടത്? സാമൂഹ്യപരമായിട്ട് അവരുടെ അവസ്ഥ മെച്ചപ്പെടേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പോൾ 19th സെഞ്ച്വറീസിൽ എത്തിയപ്പെടുമ്പോഴേക്കും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആ ഒരു കാലഘട്ടം മുതൽ റിഫോമേഴ്സും പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം ഈ ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്നാലും നമുക്ക് ശ്രദ്ധേയമായി നോക്കാൻ പറ്റുന്ന ഫൂലെയുടെ, ജ്യോതിബ ഫൂലെ, അവരാണ് ആ ഒരു കാലഘട്ടത്തിലെ മോസ്റ്റ് സോഷ്യൽ റിഫോമേഴ്സ് എന്ന രീതിയിൽ കൺസേൺ ചെയ്തിരുന്നത്. അവർ സോഷ്യൽ റിഫോംസ് ഈ ഹൈ കാസ്റ്റിൻ്റെ ഇടയിൽ തന്നെ, ഹൈ കാസ്റ്റിൻ്റെതായ ഇടപെടൽ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ദോഷകരമായിരുന്നു. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ് ജ്യോതിബ ഫൂലെ. ദ പ്രോബ്ലംസ് ലൈക്ക് വിഡോ റീമാരേജും ആൻഡ് സതി were not prevalent among the lower strata of the society, and low caste in general, irrespective of the gender, were deprived of education. ലോ കാസ്റ്റിലുള്ള കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരസിച്ചിരുന്നു, അവരെ വിദ്യാഭ്യാസത്തിന് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടു ദ ഏർലി റിഫോമേഴ്സ് ദിസ് ഡിവിഷൻ ഡിഡ് നോട്ട് പ്രസൻറ്റ് ഇറ്റ് സെൽഫ് വെരി ഷാർപ്പ്ലി ആസ് പീപ്പിൾ ലൈക്ക് രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് എന്തെന്നാൽ വിമൻസ് കോസ് as integral part of his overall vision for what we now referred to as modern India. നാം സ്ത്രീകളുടെ ഉന്നമനമില്ലാതെ, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിക്കാതെ, ആ ഒരു സാമൂഹ്യ മാറ്റമില്ലാതെ നാം മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? ആധുനിക ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾക്കുള്ള ഉന്നമനം കൂടി ഉണ്ടാവണം. അതാണ് ഓവറാൾ വിഷൻ എന്ന രീതിയിൽ രാജാറാം മോഹൻ റായ് ഉയർത്തിക്കാണിച്ചത്. ദോസ് ഹു ബിഗാൻ ടു മൊബിലൈസ് ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ എക്കോണമി ആൻഡ് ദ ഇഷ്യൂസ് റിലേറ്റിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ദ കൊളോണിയൽ സിസ്റ്റം ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 19th century and early part of the 20th century were also concerned with the reforms in society and equality of men and more just society for the woman in a possible modern India. ഒരു ആധുനിക ഇന്ത്യയെ പടുത്തുയർത്തുക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യപരമായ ഒട്ടനേകം പ്രശ്നങ്ങൾ, സാമൂഹ്യനീതി, അതേപോലെ തന്നെ ജസ്റ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നെല്ലാം പറയുമ്പോഴും അവിടെ ആ ഒരു പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് പറയുന്നതിനപ്പുറമായിട്ട് സ്ത്രീകളെ കൂടി പരിഗണിക്കുന്ന, സ്ത്രീകൾക്ക് കൂടി സ്വതന്ത്രമായ രീതിയിൽ വുമൺ, അവർക്ക് എന്ത് ഈക്വാലിറ്റി റിഫോംസ്, അവരുടേതായ ഉന്നമനത്തിനുള്ള പരിഷ്കരണങ്ങൾ എന്തെല്ലാം, അതുകൂടി കൂടിച്ചേർന്ന് അവരെ കൂടി സ്വതന്ത്രമാക്കുന്ന തരത്തിലുള്ള ഒരു ആശയപരമായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ വന്നെങ്കിൽ മാത്രമേ സ്ത്രീ എന്ന തരത്തിലുള്ള ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാട് കൂടി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ മോഡേൺ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ആധുനിക ഇന്ത്യ സാധ്യമാക്കുക എന്നുള്ള ഒരു ആശങ്കയാണ് ഇതിനോട് രാജാറാം മോഹൻ റായ് പങ്കുവച്ചത്. അപ്പോൾ എക്കോണമിയിലുണ്ടാവുന്ന ഇഷ്യൂസ്, പൊളിറ്റിക്സിൻ്റേതായ ഇഷ്യൂസ്, അതൊക്കെ തന്നെ നമുക്കത് പരിഹരിക്കപ്പെടണം. അതിനോടൊപ്പം തന്നെ സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും സാമൂഹ്യപരമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തേണ്ടത് ഉണ്ട് എന്നതായിരുന്നു അവരുടെ. ആ കാലഘട്ടത്തിൽ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന രീതിയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പേരുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെ, എം.ജി. റാനഡെ, അതേപോലെ തന്നെ ദാദാബായ് നവറോജി, അതുപോലെ ജ്യോതിബ ഫൂലെ, ഇവരെല്ലാം ആക്റ്റീവ്ലി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അവർക്കൊരു പബ്ലിക് സ്പേസ്, കൂടുതൽ ഇടങ്ങൾ, പബ്ലിക് സ്പേസ് സ്ത്രീകൾക്കുണ്ടാവണം എന്ന തരത്തിൽ ഉള്ള പ്രവർത്തനവുമായിട്ട് അവരും അന്നത്തെ ആ ഒരു സമൂഹത്തിൽ പ്രവർത്തിച്ചു പോന്നിരുന്നവരാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു പെർസെപ്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു യൂണിറ്റി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, അതിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ടിറങ്ങുകയും അവരുടെ ക്യാമ്പയിൻ പ്രവർത്തനമെല്ലാം തന്നെ നടത്തിക്കൊണ്ടു പോവുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് ദ ഫാക്ട് ദാറ്റ് ദ ആനുവൽ കോൺഫറൻസ് ഓഫ് ദ ഇന്ത്യൻ സോഷ്യൽ കോൺഫറൻസ് യൂസ്ഡ് ടു മീറ്റ് ദ ആനുവൽ കോൺഗ്രസ് സെഷൻ Pandal itself. The question whether the social issue or the political issue is more important emerged by this time. സോഷ്യൽ ഇഷ്യൂ ആണോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണോ ഏറ്റവും പ്രാധാന്യം? സാമൂഹ്യപരമായുള്ള പ്രശ്നങ്ങൾ പലതുണ്ട്. സമൂഹത്തിൽ സ്ത്രീകളുടെ നേരെയുള്ള അനീതി പലതുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, ചെറിയ പ്രായത്തിൽ കെട്ടിച്ചു വിടുന്നു, വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ വിധവയാകുന്നു, വിധവയായാൽ വീണ്ടും വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് സാമൂഹ്യപരമായ അനീതികളിലെ പെട്ട്
വല്ലാതെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്നൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെഷനിലെ ക്വസ്റ്റ്യൻ വന്നു, എന്താണ് സോഷ്യൽ ഇഷ്യൂ ആണോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടത്. കോൺഗ്രസ് റിയലൈസ്ഡ് ദാറ്റ് ദ ഡിഫറൻസസ് ഓഫ് ദ പെർസെപ്ഷൻസ് ഓൺ സോഷ്യൽ ഇഷ്യൂസ് എമംഗ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് വെയർ ഗിവൺ പ്രയോറിറ്റി. കോൺഗ്രസ്സിന് മനസ്സിലായി ഇപ്പോൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അവരനുഭവിച്ചു പോരുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അത് വിവിധ സമൂഹത്തിൽ വ്യത്യസ്തമായ രീതിയിൽ അവരനുഭവിച്ചു പോരുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ ഇഷ്യൂസിനേക്കാളും പ്രയോറിറ്റി കൊടുത്ത് കൈകാര്യം ചെയ്യേണ്ടത് സോഷ്യൽ ഇഷ്യൂ ആണെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു യൂണിറ്റി അത് നമുക്ക് ദേശീയ മൂവ്മെൻറ്റിൻ്റെ തലത്തിലെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന തിരിച്ചറിവാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ വിമൻസ് ഇഷ്യൂസ് ഡ്യൂറിങ് ദ ഗാന്ധിയൻ ഇറ. ഗാന്ധിയൻ ഇറ 1920s ഗാന്ധിയൻ മൂവ്മെൻറ്റ് ആ സമയത്ത് ബ്രോഡ് ബാക്ക് എ സെൻസ് ഓഫ് യൂണിറ്റി ഓഫ് ദ വിമൻസ് ക്വസ്റ്റ്യൻ. സ്ത്രീകളുടെ ഇടയിലൊരു യൂണിറ്റി കൊണ്ടുവരണം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഐക്യത, അവർക്ക് വേണ്ടിയിട്ടൊരു ഈക്വാലിറ്റി അത് നേടിയെടുക്കേണ്ടതിൻ്റെ അനിവാര്യത. അപ്പോൾ അത് 1920s മുന്നോട്ട് വന്ന ഒരു ചർച്ചാ വിഷയമായ കാര്യമാണ്. അതായത് അൺടച്ചബിലിറ്റി എന്നുള്ള ആ ഒരു ചോദ്യം അതവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദു മുസ്ലിം ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ വിമൻസ് കണ്ടീഷൻ ഏറ്റവും കൂടുതൽ പ്രൈമറി ഇഷ്യൂ എന്ന രീതിയിൽ പരിഹരിക്കേണ്ടതാണ് ഇമ്മീഡിയറ്റ് എന്ന രീതിയിലുള്ള ഒരു ആശയം ഉണ്ടായി. സോ ദിസ് ഹാസ് സീരിയസ് ഇംപ്ലിക്കേഷൻസ് ഫോർ ദ വിമൻസ് മൂവ്മെൻറ്റ് ഇൻ ജനറൽ ആൻഡ് ദ മൊബിലൈസേഷൻ ഓഫ് വുമൻസ് ഇഷ്യൂസ് ഫോർ ദ ലാർജർ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ അതുകൊണ്ട് സീരിയസ് ഇഷ്യൂസായിട്ട് വിമൻസ് മൂവ്മെൻറ്റ് എന്നുള്ള ഒരു ഇഷ്യൂ എടുത്തു. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ ഇടങ്ങളിൽ അവരനുഭവിച്ചു പോരുന്ന ദുരവസ്ഥകൾ, അതിന് പരിഹരിക്കേണ്ടതായ ആവശ്യകതകൾ, ജനങ്ങളെ മൊബിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വിമൻ കമ്മ്യൂണിറ്റിയെ തന്നെ അവരനുഭവിക്കുന്ന ഇഷ്യൂസ് അതെല്ലാം പൊളിറ്റിക്കൽ പ്രാധാന്യമുള്ളതായിട്ട് വന്നു എന്നുള്ളതാണ്. ദ നാഷണൽ മൂവ്മെൻറ്റ് നൗ ക്രിയേറ്റഡ് ദ ലാർജസ്റ്റ് പോസിബിൾ സ്പേസ് ഫോർ ദ വുമൺ ടു come out and participate on an issue which was ostensibly political, that is political freedom. But at the same time, the masses, including large number of women, were galvanized to raise their own groups issues in the process of the movement. അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളെയും ഒരുമിപ്പിച്ച് അണിനിരത്തണം, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് എന്ന തരത്തിൽ 1927 ആൾ ഇന്ത്യ വിമൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. അത് ദേശീയ തലത്തിലുണ്ടായ ഒരു സമിതിയായിട്ട് കൊണ്ടുവരികയും അവിടെ ആ ഒരു നാഷണൽ ബോഡി അവിടെ ഗിവിങ് വോയിസ് ടു സം ഓഫ് ദി ഇഷ്യൂസ്, അവിടെ സ്ത്രീകളുടേതായ പ്രശ്നങ്ങളെ മുന്നോട്ട് സംസാരിക്കുന്ന ഒരു തലമാക്കി മാറ്റി, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് സംസാരിക്കാനുള്ളൊരു വേദിയാക്കി ആൾ ഇന്ത്യ വിമൻസ് അസോസിയേഷൻ രൂപീകരിച്ചു 1927. ദിസ് വാസ് ദ ടൈം വെൻ വി ഹാവ് വോയിസസ് ഫ്രം വുമൺ ആസ് വെൽ ആസ് ഫ്രം അതർ സെക്ഷൻസ് ഫോർ ഗിവിംഗ് വുമൺ ഫോർ ദ വോട്ടിംഗ് റൈറ്റ്സ് ആസ് വെൽ ആസ് റെപ്രസെൻറ്റേഷൻ ഇൻ എനി പോസിബിൾ ഗവൺമെൻറ് ഫോർമേഷൻ. ഗവൺമെൻറ് രൂപീകരണവുമായി ബന്ധപ്പെട്ട സമിതിയിലും സ്ത്രീകൾക്ക് പ്രാധാന്യവും പ്രാതിനിധ്യവും വോട്ടവകാശവും എല്ലാം കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഈ ആൾ ഇന്ത്യ വിമൻസ് അസോസിയേഷൻ അവിടെ ശബ്ദമുയർത്തി എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ്ലി ദിസ് വാസ് ആൾസോ ദ ടൈം ദാറ്റ് സഫ്രേജ് മൂവ്മെൻറ്റ് ഇൻ യൂറോപ്പും ഗെയിൻഡ് ഇറ്റ്സ് മൊമെൻറ്റം. അപ്പോൾ ഈ രസകരമായിട്ട് പറയാം മറ്റൊരു കാര്യം, യൂറോപ്പിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഫ്രേജ് മൂവ്മെൻറ്റ് വിജയം നേടിയ ഒരു സമയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീകൾ അവർ ഗാന്ധിയൻ മൂവ്മെൻറ്റിൻ്റെ മുന്നിൽ നിന്നും അണിനിരുന്ന സ്ത്രീകളെല്ലാം തന്നെ ബിക്കയും എന്തിൽ ഇൻവോൾവ്ഡ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾ ഓവർ ദ കൺട്രി. അപ്പോൾ രാജ്യവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം അണിനിരക്കുകയും അതിൻ്റെ മുന്നണി പോരാളികളായിട്ട് സ്ത്രീകളും രംഗത്തേക്ക് വരികയുണ്ടായി എന്നുള്ള അത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളും ആൾ ഓവർ ഇന്ത്യയിൽ ആൾ ഓവർ ദ കൺട്രി രാജ്യത്തുടനീളം അത് രൂപീകരിക്കപ്പെട്ടു. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രഥമമായ പ്രാധാന്യവും പങ്കും മേജർ റോൾ അവർക്ക് സോഷ്യൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അവസരം കിട്ടിയെന്നുള്ളതാണ്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വുഡ് പ്ലേ എ മേജർ റോൾ ഇൻ talking up serious social issues and mobilizing and leading movements in later years. In fact, the methods that Gandhi used in his struggle against the colonial state. ഗാന്ധിജി കൊളോണിയൽ സ്റ്റേറ്റിൻ്റെ സമയത്ത് പോരാട്ടവുമായി ഗാന്ധിജി സ്വീകരിച്ച നടപടിയും നയങ്ങളും അതൊക്കെ എന്തൊക്കെയായിരുന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിൽ അദ്ദേഹം അൺടച്ചബിലിറ്റിക്കെതിരെ അതേപോലെ കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റിനെതിരെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവയെല്ലാം ഏത് തരത്തിലുള്ള പോളിസിയാണോ സ്വീകരിച്ചത് അവയെല്ലാം തന്നെ സ്ത്രീകളും ഈ ഒരു തരത്തിൽ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇൻഫാക്ട് ദ മെത്തേഡ്സ് ദാറ്റ് ഗാന്ധി
used in his struggle against the colonial state as well as in the movement against the untouchability and on the question of communal conflict became hallmark of some of the movements by women quite often inspired by these women and institutions. ഓക്കെ, ദെൻ ഇപ്പോൾ ഗാന്ധീസ് മൂവ്മെൻറ്റ് ആ ഒരു ടൈം പീരീഡിൽ ഗാന്ധിയൻ ഇറയിൽ വുമൺ ഇഷ്യൂസും പ്രധാനപ്പെട്ട ഒരു ഹാൾമാർക്കായിട്ട് വരികയും പലരും സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ട വീര്യത്തോടുകൂടി 1927 തുടങ്ങിയ ആൾ ഇന്ത്യ വിമൻസ് അസോസിയേഷനെ തുടർന്ന് പല ഓർഗനൈസേഷൻസും രംഗത്ത് വരികയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് പോരാട്ട വീര്യം ഉള്ള മനസ്സോടുകൂടി സ്ത്രീകളുടെ റിഫോംസിന് വേണ്ടിയിട്ട് പല നടപടികളുമായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് സ്റ്റേറ്റ് റിഫോം ആൻഡ് വുമൺ എന്നുള്ളൊരു ഭാഗത്തേക്ക് നോക്കിയാൽ ഈ ഒരു കാലഘട്ടം റിഫോംസ് ഡിമാൻഡ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാട്ട വീര്യത്തോടുകൂടി പലരും രംഗത്ത് വന്നെങ്കിലും സ്ത്രീകളുടെ ഉന്നമനത്തിനോ പുരോഗതിക്കോ വേണ്ടി കാര്യമായി ഒന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമറി അതേപോലെ അവിടെ ഉണ്ടായിരുന്ന റിലീജിയസ് ആൻഡ് ട്രഡീഷണൽ ലോസ് എല്ലാം തന്നെ അവയൊക്കെ ഹിന്ദു സൊസൈറ്റിയിൽ സ്ത്രീകളുടേതായ ആവശ്യങ്ങളെയെല്ലാം നിരസിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. and to which a great extent therefore determined the legal status to the Hindu woman in religious terms should be കോഡിഫൈഡ് ആൻഡ് ബ്രോട്ട് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. അതായത് ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾക്ക് പല വിലക്കുകളുമുണ്ട്. അവിടെ നിലവിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മതപരമായത് ഇതെല്ലാം അവർക്ക് എതിരായിരുന്നു. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിലവിലുള്ള നിയമങ്ങളെ അതിനെയൊക്കെ ഒന്ന് മാറ്റിമറിക്കേണ്ടത്, അത് പബ്ലിക് ഡൊമൈനിലേക്ക് തന്നെ കൊണ്ടുവരണം. റിലീജിയസ് ടേംസ് എല്ലാം അതിനെ ഒന്ന് കോഡിഫൈ ചെയ്യണം. അതിനെ ഏകീകരിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിനെ സ്ത്രീകൾക്ക് ഗുണകരമായ മാറ്റങ്ങൾക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആശയമായിരുന്നു വന്നത്. In 1948 there were attempts to bring the Constituent Assembly what is known as the Hindu Code Bill. അങ്ങനെ 1948 ഹിന്ദു കോഡ് ബിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ കൊണ്ടുവരുന്നുള്ള പരിശ്രമം നടന്നു. However, stiff opposition led to the dropping of the idea. പക്ഷേ അവിടെ ഭയങ്കര എതിർപ്പ്, ആ ഒരാശയം നടപ്പിലാക്കരുതെന്ന രീതിയിൽ ഭയങ്കര എതിർപ്പും വന്നു. എന്നാൽ പിന്നീടും അതിനു വേണ്ടിയിട്ട് പരിശ്രമങ്ങൾ നടന്നു. അവസാനം 1955-56 ആവുന്ന കാലയളവിലാണ് ഒരു ഏകീകൃത നിയമം ഈ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഹിന്ദു മാരേജ് ആക്ട് എന്ന രീതിയിൽ പാസ്സാക്കാൻ സാധിച്ചു, കോഡ് ബിൽ. ഓക്കെ, 1955-56 കോഡ് ബിൽ പാസ്സാക്കി. ദാറ്റ് ബിൽ വാസ് പാസ്ഡ് ഇൻ സെക്ഷൻസ് നോൺ ആസ് ദ ഹിന്ദു മാരേജ് ആക്ട്. ഓക്കെ, അതുകൂടാതെയോ ഹിന്ദു സക്സഷൻ ആക്ട്, ഇത് രണ്ടും നടപ്പിലാക്കാൻ സാധിച്ചു. In spite of the strong support from the Congress party under the leadership of Jawaharlal Nehru, the opposition was very strong. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഒപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാർ ജാതിയുടെ വലിയ വലിയ മേധാവിത്വമുള്ള ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത് സഭയിൽ. അവരെല്ലാം ശക്തമായി എതിർത്തു. അത് ഒപ്പോസിഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. The government could not enter into the issue of the personal law of the other communities. അപ്പോൾ ഗവൺമെൻറ്റിന് മറ്റു സമൂഹങ്ങളുടേതായ പേഴ്സണൽ ലോസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കടക്കാനായിട്ട് സമ്മതിച്ചില്ലേ ഈ എതിർ പാർട്ടികൾ. മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, പാഴ്സീസ് ഇവരുടേതായ വ്യക്തിപരമായ ആ കമ്മ്യൂണിറ്റീസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതൊന്നും എടുത്ത് ചർച്ച ചെയ്യാനോ നേരെയാക്കാനോ എതിരാളികളായി നിൽക്കുന്ന പ്രതിപക്ഷത്തുള്ളവർ ആ സമയത്ത് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. Crucial aspects of their lives continued to be determined by the personal laws of their religious communities in which man was the supreme arbiter in most of the cases. അപ്പോൾ ഇവിടെ വളരെ നിർണായകമായ രീതിയിൽ പല ജീവിത പ്രശ്നങ്ങളുമായി പല തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിലും ആ മതപരമായ പല വിഭാഗങ്ങളുടെയും പേഴ്സണൽ ലോസുമായി ബന്ധപ്പെട്ട് അവിടെ പല തരത്തിൽ ചർച്ചയും എതിർപ്പുമൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ ആർബിറ്ററായിട്ട് സുപ്രീം ആർബിറ്റർ എന്ന രീതിയിൽ ഇതിനെയൊക്കെ എതിർക്കുന്ന എതിരാളികളായി നിൽക്കുന്ന ആൾക്കാരും ആ വിഭാഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു വിഭാഗത്തിൻ്റെത് മാറ്റിയിട്ട് മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സീസ് ഇവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുന്നതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്യുന്നതിനോ എതിർകക്ഷികൾ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് നാം നോക്കിയാൽ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് ഗിയേർഡ് ഇറ്റ് സെൽഫ് ടു ദ കൺസെൻസസ്. ഒരു അവബോധം, ഒരു മോഡേൺ സൊസൈറ്റി ഉണ്ടാക്കണം എന്ന രീതിയിൽ ഒരു അവബോധമുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം.
The consensus that a modern developed state and the political democracy would be safeguarded by the economic democracy. അപ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസി എക്കണോമിക് ഡെമോക്രസിയെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു അവബോധത്തിലേക്ക്. അതേപോലെ വുമൻ അവർക്ക് എന്ത് കിട്ടി? ഫ്രാഞ്ചൈസി. വിമൻ ഗോ ടു ഫ്രാഞ്ചൈസീസ്. എന്താണ്? ദ ഡെമോക്രാറ്റിക് റൈറ്റ്. അവർക്ക് എന്താ കിട്ടിയേ? വോട്ടവകാശം, ഡെമോക്രാറ്റിക് റൈറ്റ്. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് വുഡ് സീ ദാറ്റ് ഷീ ഗോ ടു ദ എക്കണോമിക് റൈറ്റ്സ്. ഡെമോക്രാറ്റിക് റൈറ്റ്, വോട്ട് ചെയ്യാനുള്ള അവകാശം, അതേപോലെ തന്നെ സാമ്പത്തികമായ അവകാശം, ടു പ്രാക്ടീസ് ദാറ്റ് ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യുന്നതിനാവശ്യമുള്ള എക്കണോമിക് റൈറ്റ്സും സ്ത്രീകളിൽ വന്നു ചേരുന്നൊരു രീതിശാസ്ത്രമാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പീരീഡിന് നമുക്ക് ദൃശ്യതയുണ്ടാക്കി തരുന്നത്. ദസ് എ ഫുൾ ബ്ലോൺ തിയറി ഓഫ് ഇക്വാലിറ്റി, റൈറ്റ്സ് ആൻഡ് ജസ്റ്റിസ് വാസ് ഇൻ പ്ലേസ്. അപ്പോൾ നേരത്തെ ഇതൊന്നും ഇൻഡിപെൻഡൻസിന് മുമ്പ് സ്ത്രീകളുടെ സാമൂഹ്യപരമായ അനീതിയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ മോഡേൺ ഇന്ത്യയിലേക്ക് നാം നോക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ വ്യക്താക്കളായിട്ട് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ സാമൂഹ്യപരമായി പല അനീതികൾക്കും പാത്രമായിരുന്നെങ്കിൽ അതിനെയൊക്കെ പോരാട്ട വീര്യത്തോടുകൂടി മുന്നിൽ നിന്ന് പൊരുതി അവരും അവരുടേതായ പ്രക്ഷോഭങ്ങളും എല്ലാമായി മുന്നോട്ട് നീങ്ങി ഇന്നത്തെ അവസ്ഥയിൽ കുറേയധികം അവർക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ സഞ്ചാരം അവരുടെ ലക്ഷ്യം പരിപൂർണമായി നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് നോക്കിയാൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം അത് പല രൂപത്തിലാണ്, പല തരത്തിലാണ് നമ്മളുടെ വുമൺ കമ്മ്യൂണിറ്റി ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വുമൺ മൂവ്മെൻറ്റ് ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുവരുമ്പോഴേക്കും 70 കാലയളവിലാണ് അവരതിന് രൂപം കൊടുത്തു പോകുന്നത്. അവരുടേതായ രീതിയിലുള്ള ക്യാമ്പയിൻ എല്ലാം തന്നെ പ്രധാനമായിട്ടും ഡൗറിക്ക് അതുപോലെ റേപ്പ് അതിനെതിരെയാണ് പ്രധാനമായിട്ട് വിമൺ മൂവ്മെൻറ്റ്. അതിനെ ഫസ്റ്റ് ക്യാമ്പയിൻ ഓഫ് ദി കോണ്ടംപററി ഇന്ത്യൻ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന രീതിയിൽ 70s നടന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം, ദ വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ, റേപ്പ് ബൈ ദ ലാൻഡ് ലോഡ്സ്, കാസ്റ്റ് ഓപ്പറേഷൻ എക്സെട്ര മെയ്ഡ് ദ മൂവ്മെൻറ്റ് ഗ്രാജുവലി ട്രൈ ആൻഡ് ഇൻകോർപ്പറേറ്റ് ദം ഇൻ ദ കൺസേൺസ് ഓഫ് വുമൺ. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം, പ്രാധാന്യം, പരിഗണന ഇതൊക്കെ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം, സമൂഹത്തിൽ അവർ നേരിടുന്ന ആക്രമണങ്ങൾ, സമൂഹത്തിലും അതുപോലെ കുടുംബങ്ങളിലും അവരുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, വയലൻസ്, ദെൻ റേപ്പ്, ഇതിനൊക്കെ പ്രതിവിധിയും പരിഹാരവും വേണമെന്ന രീതിയിലാണ് നമ്മളുടെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീ കാഴ്ചപ്പാടോടുകൂടി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുക എന്നതാണ്. The theoretical and organizational structure of the parties and the movement, though highlighted some of the issues, did not develop any new perspective on them. This had set in motion a rapid disenchantment with the state apparatus. So here there began to be strong voices against the nature of the development and there were demand for more വുമൺ സെൻട്രിക് ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ കാഴ്ചപ്പാടോടുള്ള ഫെമിനിസ്റ്റ് പറയുന്നത് നേച്ചർ ഓഫ് ഡെവലപ്മെൻറ്റ്, അതിനെടുക്കുന്ന പോളിസി, അതിൻ്റെ രീതിശാസ്ത്രം ഇതൊന്നും ശരിയല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരാവശ്യപ്പെടുന്നത് എന്തെന്നാൽ ഫെമിനിസ്റ്റിൻ്റെ ആവശ്യകത ഇതാണ്, ഫോർ മോർ വുമൺ സെൻട്രിക് ഡെവലപ്മെൻറ്റ്. വുമൺ സെൻട്രിക് ഡെവലപ്മെൻറ്റ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇൻഫാക്ട് സെവറൽ കേസസ്, ഉദാഹരണം ചിപ്കോ മൂവ്മെൻറ്റ് ഹിമാലയാസിൽ ഇതെങ്ങനെയുള്ളതായിരുന്നു? ബിക്കയും ആൻ ഐ ഓപ്പണർ, അവിടെയുള്ളവരുടെ കണ്ണ് തുറപ്പിക്കുവാൻ അത് സഹായിച്ചു എന്നുള്ളതാണ്. ഐ ഓപ്പണർ അത് സ്ത്രീയാണ് മുൻകൈയെടുത്ത് ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ മുന്നിൽ നിന്നത്. സ്ത്രീകളുടേതായ രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സുന്ദർലാൽ ബഹുഗുണയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ കൂടിയാണ് നിർത്തി കൊണ്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അവിടെ എന്ത് നേടാൻ സാധിച്ചു? The Chipko movement in the Himalayas became an eye-opener where along with the saving of the trees, there were demands for the development planning which is sensitive to the local needs and resources. അതായത് ഡെവലപ്മെൻറ്റ് പ്ലാനിങ് അവിടെ ഗവൺമെൻറ് നടപ്പിലാക്കി പോകുന്നത് അത് ശരിക്കും റിസോഴ്സസിന് അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾക്കും അതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കും എതിരായിട്ടുള്ള നയം സ്വീകരിച്ചപ്പോൾ അത് തെറ്റാണെന്നും അത് തിരുത്തണമെന്നും അത് പ്രകൃതിക്ക് തന്നെ ദോഷമാണെന്ന രീതിയിൽ പ്രകൃതിയിലുള്ള റിസോഴ്സസിനെ മരങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നയമാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് പോളിസിയിലുള്ളതെന്ന രീതിയിൽ ഭരണാധികാരികളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു മൂവ്മെൻ്റായിരുന്നു ചിപ്കോ മൂവ്മെൻറ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ഐ ഓപ്പണറായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നാം ഈ ഒരു ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള സ്ത്രീകൾക്ക് സൊസൈറ്റിയിലുള്ള ഒരിടം എന്തായിരുന്നു, ഇൻഡിപെൻഡൻസിന് ശേഷം എത്രത്തോളം സ്ത്രീകൾക്ക് മുന്നേറുവാൻ അവരുടേതായ ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ
The point is, the post-independent Indian state is grounded on the idea of equity with justice, and this has been the consensus developed during the freedom movement. The development was supposed to bring the equity closer and democratic functioning of the system would see to it that the fruits of development would reach to the different segments of population. Regarding the issues of women, the consensus on women's development. And on the equity front, the legal system was found to be unequal. And one of the first major restructuring tried by the Constituent Assembly in 1948 itself was to try and effect a standardized Hindu code which would try to do away with a large number of discriminatory personal and customary rules applied to women in different Hindu communities. So we can conclude that to sum up, like several other social Indian groups, Indian women also have been involved in social movements before and after independence. Okay, placed in the discriminatory position in all aspects of society, undergoing multiple sufferings, the woman. പലയിടങ്ങളിൽ സമൂഹത്തിൻ്റെ ഏതിടത്തേക്ക് നോക്കിയാലും വിവേചനപരമായ ഒരു പൊസിഷൻ അത് നേരിടേണ്ടി വന്നിരുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന മൾട്ടിപ്പിൾ സഫറിങ്സ്, അവരുടെ പ്രോബ്ലംസ്, അതെല്ലാം തന്നെ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ പരിഗണനയിൽ വന്ന മാറ്ററായിട്ട് മാറുകയും സോഷ്യൽ റിഫോമേഴ്സ് ഇൻഡിപെൻഡൻസിന് മുൻപും ഇൻഡിപെൻഡൻസിന് ശേഷവും സ്ത്രീകളുടേതായ ഇഷ്യൂസ് അവർക്കൊരു സാമൂഹ്യമായ ഇടം നൽകാവുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദ സൊസൈറ്റി അണ്ടർഗോയിങ് മൾട്ടിപ്പിൾ സഫറിങ്സ്, the women and their problems became a matter of concern of the social reformers in the pre-independence. In the post-independence period, a large number of grassroots organizations and civil society organizations of different ideological persuasions took up the women's issues. Though women's issues have occupied a significant place in the agenda of the policy makers, they are still neglected on the whole. Women's significance, വിമൻസിൻ്റെ ഇഷ്യൂസും ഇവയെല്ലാം ഒരു സോഷ്യൽ അജണ്ടയായിട്ട് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് പോളിസി മേക്കേഴ്സിൻ്റെ ഇടയിലുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും അത് വ്യക്തമായ രീതിയിൽ പൂർണ്ണമായിട്ടും സ്ത്രീകളുടേതായ ഇഷ്യൂസ് പ്രാധാന്യം കൊടുക്കുകയോ അതിന് വേണ്ടത്ര രീതിയിൽ പരിഗണനയോടുകൂടി കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോ എന്ന് തന്നെ നാം പറയേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് വുമൻസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ലെസൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാനായിട്ട് പ്രധാനമായും ചോദിക്കാനായിട്ട് സാധ്യത എന്ന് പറയുന്നത് റൈറ്റ് എ നോട്ട് ഓൺ ദ ഇഷ്യൂസ് ഓഫ് വുമൺ ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്. ഇപ്പം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ എന്തായിരുന്നു സ്ഥിതി, ദെൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരിക്കും ഈ ഒരു ലെസൺ ഓറിയൻറ്റഡ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വാച്ച് ചെയ്യുക. ദെൻ ആൾസോ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി, വാച്ച് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കമൻറ്റാണ് ഇനി അടുത്ത ബാച്ചിൽ വരുന്ന കുട്ടികൾക്ക് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വളരെയധികം വിലയുള്ളതാണ് നിങ്ങളുടെ ഒരു കമൻറ്റിന്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കേൾക്കുക. ഓക്കെ, താങ്ക് യു.